എല്ലാ മ്യൂച്വൽ ഫണ്ടിലും ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരു ശരിയ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സത്യവിശ്വാസിയായിട്ടുള്ള ഒരു വ്യക്തിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ്? എന്തൊക്കെ ബിസിനസ്സുകളാണോ ഒരു മുസ്ലിം ആയിട്ടുള്ള വ്യക്തിക്ക് അനുവദനീയമായിട്ടുണ്ട്, അതേ ബിസിനസ്സിൽ മാത്രമാണ് ഈ മുസ്ലിം ആയിട്ടുള്ള വ്യക്തിക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും പാടുള്ളൂ. അപ്പോൾ അത് ആ ഒറ്റ വേർഡ് തന്നെ ക്ലിയറാണ്. എന്തൊക്കെ ബിസിനസ് ഒരു മുസ്ലിം ആയിട്ടുള്ള വ്യക്തിക്ക് ചെയ്യാൻ അനുവദനീയമാണോ ആ ബിസിനസ്സിനെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള ഒറ്റ വേർഡിൽ തന്നെ എല്ലാം ക്ലിയറാണ്. അതുകൊണ്ട് തന്നെ മദ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടും പലിശയുമായി ബന്ധപ്പെട്ടുകൊണ്ടും മറ്റു അനുസരാമ്യമായിട്ടുള്ള ഏതൊക്കെ കൈൻഡ് ഓഫ് ബിസിനസ്സിൽ ഉണ്ടോ അതിലൊന്നും ഒരു മുസ്ലിമായിട്ടുള്ള വ്യക്തിക്ക് ഒരു ശരിയായ പ്രിൻസിപ്പിൾസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സത്യവിശ്വാസിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. അതിൽ നമുക്ക് ബിസിനസ് തുടങ്ങാൻ പറ്റില്ല എന്നതുപോലെ തന്നെ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനും പറ്റില്ല. അതാണ് ഒന്നാമത്തെ ഒരു ക്രൈറ്റീരിയ ആയിട്ട് നമ്മൾ നോക്കേണ്ടത്. രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത് സ്ഥാപനങ്ങളിൽ ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്ഥാപനങ്ങളുടെ വരുമാനം 100% അവരുടെ കമ്പനിയുടെ പ്രൊഫിറ്റിനെ ബേസ് ചെയ്തിട്ടാണോ എന്നുള്ളതും കൂടി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് സ്ഥാപനങ്ങൾ ഇന്ന് മാർക്കറ്റിലുണ്ട്. ഒരു കമ്പനിക്ക് ഒരു 2000 കോടി രൂപ ആസ്തിയുണ്ട്. പക്ഷേ ആ കമ്പനി റൺ ചെയ്യാൻ വേണ്ടി ആകെ ആവശ്യമുള്ളത് ഒരു 1000 കോടി രൂപ മതി. അപ്പോൾ ബാക്കി വരുന്ന 1000 കോടി കമ്പനി എന്ത് ചെയ്യുന്നു? ബാങ്കിലിടെയാണ്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനവും കമ്പനിയുടെ ഒരു ഇൻകമാണ്. അപ്പോൾ അത്തരത്തിലുള്ള കമ്പനികളിലൊന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഏതൊക്കെ കമ്പനികൾക്ക് കമ്പനിയുടെ പ്രൊഡക്റ്റോ സർവീസോ വിറ്റിട്ട് വരുമാനമായിട്ട് അതാണ് അവരുടെ വരുമാനമായിട്ട് പ്രോഫിറ്റായിട്ട് വരുന്നത് എന്നുള്ളതും കൂടി ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഇത്തരത്തിലുള്ള മാനദണ്ഡങ്ങൾ പാലിച്ച് മുന്നോട്ട് പോകുന്ന സ്ഥാപനങ്ങളിൽ, ഇക്വിറ്റികളിൽ, ഷെയറുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടേ സ്വാഭാവികമായിട്ടും ഒരു മുസൽമാനായിട്ടുള്ള സത്യവിശ്വാസിയായിട്ടുള്ള ഹലാലായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള. അപ്പോൾ അതുകൊണ്ട് തന്നെ മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് കൃത്യമായിട്ട് പഠിച്ച് അതിൽ തന്നെ ഏതൊക്കെ മ്യൂച്വൽ ഫണ്ടുകളാണ് ഇത്തരത്തിലുള്ള പ്രിൻസിപ്പിൾസുകളെല്ലാം മാനദണ്ഡത്തിൽ പ്രോപ്പറായിട്ടുള്ളൊരു ശരിയായ ബോർഡ് മോണിറ്റർ ചെയ്ത് കൃത്യമായിട്ട് കൊണ്ടുപോകുന്ന ഏതൊക്കെ മ്യൂച്വൽ ഫണ്ട് ഉണ്ടെന്ന് പഠിച്ച് അത്തരം മ്യൂച്വൽ ഫണ്ടുകളിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക.